എല്ലാ ദിവസവും അങ്ങ് നന്നായിക്കൊള്ളണം എന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ. എല്ലാ ദിവസവും ഒരുപോലെ ആവുകയുമില്ല. പക്ഷേ ചില ദിവസങ്ങളുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആയി അങ്ങ് മടുത്തു പോകുന്ന ദിവസങ്ങൾ നമുക്കുണ്ടാകാം. ചില ദിവസം ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഒരു വളരെ മോണോട്ടോണസ് ആയി രാവിലെയായി എന്തൊക്കെയോ ചെയ്യുന്നു, രാത്രിയാവുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹാപ്പനിങ്സ് ഇല്ലാത്ത ദിവസങ്ങളുണ്ടാകാം. ഇനി മറ്റു ചില ദിവസങ്ങളാണെങ്കിൽ എന്തിനാണ് എന്ന് പോലും അറിയാതെ നമുക്ക് വിഷമം തോന്നുന്ന, നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന, നമ്മളൊട്ടും ഓക്കെ അല്ലാത്ത ദിവസങ്ങളുണ്ടാകാം. പക്ഷേ ഒരു കാര്യം മാത്രം നമ്മൾ ഓർക്കണം, ഇറ്റ് ഈസ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനത്തെ കുറേ ദിവസങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒരു 2-3 ദിവസം ഇതുപോലെ ഒട്ടും ഓക്കെ അല്ലാതെ കടന്നു പോയ ദിവസങ്ങളായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്താണ് എനിക്ക് പറ്റിയത്? ഞാൻ ആകെ അങ്ങ് മൂഡ് ഓഫ് ആവുന്നു, ഒരു കാര്യമില്ലാതെ എനിക്ക് വിഷമം വരുന്നു, ഒരു കാര്യവും ഇല്ലാതെ ദേഷ്യം വരുന്നു, എന്താ പറ്റിയത് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് എന്ന്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് എടുക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഒരു പുസ്തകം വായിച്ചു നോക്കി, കുറച്ച് നേരത്തേക്ക് ഓക്കെ ആയി, പിന്നെ അങ്ങനെ ശരിയാവുന്നില്ല. എന്നാൽ ഒരു സിനിമ കാണാമെന്ന് വെച്ചു, കുറച്ച് നേരം കണ്ടു, ഇൻട്രസ്റ്റ് ആവുന്നില്ല. പിന്നെ എന്താണ്, കുറച്ച് നേരം പാട്ട് കേൾക്കാൻ നോക്കി, പാട്ടാണെങ്കിലും വലിയ നല്ല പാട്ടുകളൊന്നും കേൾക്കാൻ തോന്നുന്നില്ല. പഴയ മെലഡീസൊക്കെ കേട്ട് നോക്കി, അത് കേൾക്കുമ്പോൾ കൂടുതൽ എനിക്ക് വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചുമ്മാ അങ്ങിരുന്നു, വെറുതെ ഒരു വാളിലേക്ക് നോക്കി, ഒന്നും ചെയ്യാതെ, ഓൺ ഡൂയിങ് നത്തിങ്, ചുമ്മാ അങ്ങനെ ഇരുന്നു. അപ്പം ഇങ്ങനെ ഓരോരോ തോന്നലുകൾ ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. പല നമ്മളിങ്ങനെ വറീഡാക്കുന്ന പല ചിന്തകളും വരുന്നു. ഞാൻ അങ്ങനെ ആ തോന്നലുകളെ അല്ലെങ്കിൽ ആ വറീസിനെ എല്ലാം ഒരു എക്സ്റ്റേണൽ രീതിയിൽ അങ്ങ് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതായത് എൻ്റെ ആ വറീസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് ഭേദമായി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വട്ടാണല്ലേ എന്ന് ചോദിക്കും. പക്ഷേ വട്ടല്ല, നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ദാറ്റ് ഈസ് കോൾഡ് വറിയിങ് ടൈം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം എന്ന് ആലോചിച്ച് ഞാൻ ഗൂഗിളിലും ChatGPTയിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും. ദർ ഇസ് സംതിങ് കോൾഡ് വറിയിങ് ടൈം. ഈ വറിയിങ് ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ തോട്ട്സ് ആണോ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്യുന്നത് അതിനെ ആ രീതിയിൽ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. നമ്മൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യത്തുമില്ല. എന്നാൽ ഇത് നമ്മളിങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനായിട്ടൊരു സമയം കൊടുക്കണം, വറി ചെയ്യാനൊരു സമയം. അപ്പോൾ കുറേ നേരം അതിനെക്കുറിച്ച് ആലോചിച്ച് അതിങ്ങനെ വന്നാൽ ഇങ്ങനെ വരും, അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കുറേ കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ചുമ്മാ ഒന്നും ചെയ്യാതെ കുറേ നേരം ഇതിലേക്ക് നോക്കിയിരുന്ന് അങ്ങനെ വറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി. എല്ലാം ശരിയായെന്ന് ഞാൻ പറയുന്നില്ല, ഒരുവിധമൊക്കെ ശരിയായി. ഇപ്പോൾ കുറച്ച് ബെറ്ററായി. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു വറിയിങ് ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വിചാരിച്ചു. ഞാൻ സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്ത സംഭവമൊന്നുമല്ല, സൈക്കോളജിയിൽ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് വറിയിങ് ടൈം. നമുക്ക് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും ഇതുപോലെ ഒരു ലതാർജിക് ഫീലിംഗ് അല്ലെങ്കിൽ മടുപ്പ് അല്ലെങ്കിൽ നിരാശയൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഗീവ് സം ടൈം ഫോർ യുവർ വറീസ് ആൻഡ് ഒബ്സർവ് ഇറ്റ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. അത് നമ്മളല്ല, അത് നമ്മുടെ വറീസോ തോട്ട്സോ മാത്രമായിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ആൻഡ് ഇറ്റ് വർക്ക്സ്.